നമസ്കാരം. എല്ലാവർക്കും ബൈബിൾ ചരിത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം കാണുന്നത് പഴയ നിയമത്തിലെ വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാമിനെ കുറിച്ചാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ദർശനങ്ങളുടെയും ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രഹാം, ഇസഹാക്ക്, ജോസഫ്, യാക്കോബ് എന്നിവരുടെ സ്ഥാനവും സംഭാവനയും മഹത്വമേറിയതാണ്. പ്രപഞ്ചവും അതിലെ സമസ്തവും നിഷ്പ്രയാസം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ഏറ്റവും അധികം സ്നേഹിച്ച് സ്വന്തം ജനത്തെ സുരക്ഷിത ദേശത്തേക്ക് എത്തിക്കാൻ ഒട്ടേറെ പ്രയത്നിക്കേണ്ടതായി വരുന്നതായി വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നത്. നേട്ടങ്ങളിലും സന്തോഷവും സുഖലോലുപതയുമാണ് ദൈവാനുഗ്രഹമെന്ന് വിശ്വസിക്കുന്ന ജനത തങ്ങളുടെ കഷ്ടതകളിൽ ദൈവത്തിൽ നകലുകയും അന്യദേവന്മാരുടെ പിന്നിൽ പോവുകയും ചെയ്യുമ്പോൾ അവരെ വീണ്ടെടുക്കാനും നിശ്ചയിച്ച വാഗ്ദത്ത ദേശത്തേക്ക് എത്തിക്കാനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ പൂർവ്വപിതാക്കന്മാർ വഹിച്ച പങ്ക് ക്രിസ്തു വിശ്വാസ പാരമ്പര്യത്തിലെ നെടുംതൂണുകളായി നിലനിൽക്കുന്നു. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാത്തിന്റെ ജീവിതവും ദൗത്യ നിർവഹണവും അത്യന്തം മഹത്വഭരിതവും മാതൃകാപരവുമാണ്. കൽദായ നഗരമായ ഊറിൽ നാഹോറിന്റെ മകനായി ജനിച്ച തേരഹിന് 70 വയസ്സെത്തിയ ശേഷം അബ്രാം, നാഹോർ, ഹാരാൻ എന്നിങ്ങനെ 3 പുത്രന്മാർ ജനിച്ചു. പിതാവായ തേരഹ് മരിക്കുന്നതിന് മുൻപ് തന്നെ പുത്രന്മാരിൽ ഒരുവനായ ഹാരാൻ കൽദായരുടെ ഊറിൽ വെച്ച് ചരമമടഞ്ഞു. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഹാരാന്റെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: അബ്രാമിന്റെ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചറിയാൻ നിരോംദ് രാജാവ് അദ്ദേഹത്തെ ആളിക്കത്തുന്ന അഗ്നിയിലെറിഞ്ഞു. കണ്ണുനിന്ന ഹാരാന് സംശയമായി. ആരുടെ ദൈവമാണ് ശക്തൻ? അബ്രാമിന് ദോഷമൊന്നും ഭവിച്ചില്ല എങ്കിൽ ഞാൻ അവന്റെ കൂടെ, നിരോംദ് ജയിച്ചാൽ അവന്റെ കൂടെ. എന്നാൽ കണ്ടുനിന്ന ജനം ചിന്തിച്ചത് മറ്റൊന്നാണ്. ഹാരാൻ അത്ഭുത ശക്തി പ്രദർശിപ്പിച്ചിരുന്ന ഒരു മാന്ത്രികനായിരുന്നു. അബ്രാമിന് ദോഷം വരാത്തത് ഹാരാന്റെ മന്ത്രശക്തി കൊണ്ടാണ് എന്ന് ജനങ്ങൾ കരുതി. പെട്ടെന്ന് ആകാശത്തു നിന്ന് അഗ്നി ഇറക്കി ഹാരാന്റെ മേൽ പതിച്ചു. പിതാവായ തേരഹ് നോക്കി നിൽക്കെ ഹാരാൻ അഗ്നിക്കിരയായി. തുടർന്ന് തേരഹ് ഹാരാൻ ദേശത്തേക്ക് യാത്രയായി. ഒപ്പം അബ്രഹാം, ഭാര്യ സാറ, ഹാരാന്റെ മകനായ ലോത്ത് എന്നിവരും കൂടെ ഉണ്ടായിരുന്നു. കാനാൻ ദേശത്തേക്കുള്ള യാത്രാമധ്യേ ഹാരാൻ എന്ന സ്ഥലത്ത് വെച്ച് തേരഹ് മരണമടഞ്ഞു. കൽദായ ദേശമായ ഊരിൽ നിന്ന് വാഗ്ദത്ത നാടായ കാനാൻ ദേശത്തേക്ക് യാത്ര തിരിക്കുന്ന പലരും ഹാരാനിൽ വച്ച് യാത്രയുടെ ലക്ഷ്യം മറക്കുന്നതും കാനാനിലെത്താതെ മരിക്കുന്നതും പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. അബ്രാം ദൈവനിയോഗപ്രകാരം ബന്ധുജനങ്ങളെയും പിതൃഭവനങ്ങളെയും വിട്ട് കാനാനിലേക്ക് തിരിച്ചു. കാനാനിലുടനീളം അബ്രാം സഞ്ചരിച്ചു. ഷെക്കേമിലും ബെഥേനിലും കർത്താവിനായി ബലിപീഠം പണിതു. കാനാനിൽ ഒരു ക്ഷാമം വന്നപ്പോൾ അബ്രാം ഈജിപ്തിലേക്ക് പോയി. അവിടെ ആത്മരക്ഷാർത്ഥം സാറായി തന്റെ സഹോദരിയാണെന്ന് ഭാവിച്ചു. സാറായിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അറിവ് കിട്ടിയ ഫറവോ അവളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അബ്രാമിന് ധാരാളം സമ്മാനങ്ങൾ നൽകി. എന്നാൽ കർത്താവ് ഫറവോയെ പീഡിപ്പിച്ചു. കാരണമറിഞ്ഞ ഫറവോ സാറായിയെ അബ്രാഹാമിന് മടക്കി നൽകി. രാജ്യം വിട്ടുകൊള്ളുവാൻ ആജ്ഞാപിച്ചു. അങ്ങനെ അബ്രാം മടക്കയാത്ര തുടങ്ങി. അവർ ബഥേലിൽ എത്തി. അപ്പോഴേക്കും അബ്രാമിന്റെയും ലോത്തിന്റെയും സമ്പത്ത് വളരെയധികം പെരുകിയിരുന്നു. ഇരുവരുടെയും ഭൃത്യന്മാർ തമ്മിലുള്ള കലഹം പതിവായി. അബ്രാം തങ്ങളുടെ സ്വത്ത് ഭാഗം വയ്ക്കാൻ തീരുമാനിച്ചു. ലോത്തിന് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യം നൽകി. ലോത്ത് ജോർദാൻ താഴ്വരയിലെ ഫലഭൂയിഷ്ഠമായ പ്രദേശം തിരഞ്ഞെടുത്തു. അബ്രാമിന്റെ ഈ നിസ്വാർത്ഥതയ്ക്ക് പ്രതിഫലമായി കർത്താവ് തന്റെ വാഗ്ദാനം ആവർത്തിച്ചു: നിന്നെ ഞാൻ വലിയൊരു ജനതയുടെ പിതാവാക്കും. അബ്രാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാദ്രയുടെ താഴ്വാരത്തേക്ക് സമീപം താമസമാക്കി. അവിടെ അദ്ദേഹം കർത്താവിനായി ഒരു ബലിപീഠം നിർമ്മിച്ചു. അങ്ങനെയിരിക്കെ ജോർദാൻ താഴ്വരയിലെ രാജാക്കന്മാർ കേദോർ ലവമർ എന്ന ഏലാം രാജാവിനെതിരെ യുദ്ധം തുടങ്ങി. യുദ്ധത്തിൽ ജയിച്ച കേദോർ ലവമർ അവിടുത്തെ രാജ്യങ്ങൾ കൊള്ളയടിക്കുകയും ലോത്ത് ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രമുഖന്മാരെ തടവിലാക്കുകയും ചെയ്തു.
ഇതറിഞ്ഞ അബ്രാം തന്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റിത്തെളിഞ്ഞവരുമായ 318 ആയോധകരെയും കൊണ്ട് യുദ്ധത്തിന് തിരിച്ചു. ഉത്തര കാനാനിൽ വെച്ച് അബ്രാം കേദവർമാറിനെ പരാജയപ്പെടുത്തി ലോത്തിനെ സ്വതന്ത്രനാക്കി. വിജയശ്രീലാളിതനായി മടങ്ങുന്ന അബ്രാമിനെ സാലേം രാജാവായ മെൽക്കിസദേക്ക് എതിരേറ്റ് അനുഗ്രഹിച്ചു. സാലേം ജെറുസലേം ആണ്. ഇസ്രായേലിന്റെ പിതാവായ അബ്രാമും ഇസ്രായേലിന്റെ തലസ്ഥാനമായ ജെറുസലേമും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുകയായിരുന്നു. അവിടെ മെൽക്കിസദേക്ക് പ്രധാന പുരോഹിതൻ ആയിരുന്നു. ആയതിനാൽ അബ്രാം എല്ലാത്തിന്റെയും ദശാംശം മെൽക്കിസദേക്കിന് നൽകി. വീണ്ടെടുത്ത മുതലെല്ലാം സ്വന്തമാക്കുവാൻ സോദോം രാജാവ് അബ്രാമിനെ അനുവദിച്ചു എങ്കിലും തന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ പങ്ക് എടുക്കുവാൻ അനുവാദം കൊടുത്തതല്ലാതെ അബ്രാം ഒരു ചരടോ ചെരുപ്പിന്റെ വാറോ എടുക്കുവാൻ തയ്യാറായില്ല. എന്നാൽ അവിടുത്തെ വാഗ്ദാനം ഏറ്റെടുക്കുവാൻ അപ്പോഴും അബ്രാമിന് സന്തതികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാൽ സാറായിയുടെ നിർദ്ദേശപ്രകാരം അബ്രാം അവരുടെ ഈജിപ്ഷ്യൻ പരിചാരിക ഹാഗാറുമായി ബന്ധം പുലർത്തി. അക്കാലത്തെ മെസപ്പൊട്ടോമിയൻ നിയമസംഹിതകൾ പ്രകാരം ഇത്തരം സാഹചര്യങ്ങൾ സാധാരണമായിരുന്നു. എന്നാൽ ഹാഗാർ ഗർഭിണിയായപ്പോൾ സാറായിയും അവളുടെ നിർബന്ധത്താൽ അബ്രാമും ഹാഗാറിനോട് നിന്ദ്യമായി പെരുമാറി. സഹികെട്ടപ്പോൾ ഹാഗാർ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ ഒരു ദൈവദൂതൻ അവളെ ആശ്വസിപ്പിച്ചു. ഹാഗാറിന്റെ പുത്രനാണ് ഇസ്മായേൽ. ഹാഗാർ ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. 13 വർഷങ്ങൾക്ക് ശേഷം, അതായത് അബ്രഹാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് വീണ്ടും അവന് ദർശനം നൽകി. തന്റെ വാഗ്ദാനം ആവർത്തിച്ചു. അബ്രാമിന്റെ പേര് അബ്രഹാം എന്നും സാറായിയുടെ പേര് സാറ എന്നായിരിക്കണമെന്നും അബ്രഹാമും അനുയായികളും പരിച്ഛേദനം നിർവഹിക്കണം എന്നുമുള്ള നിർദ്ദേശങ്ങൾ കർത്താവ് അബ്രഹാമിന് നൽകി. വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ സാറായിൽ നിന്നും അബ്രഹാമിന് ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ വൃദ്ധനായ അബ്രഹാം ചിരിച്ചുപോയി. എനിക്ക് അത്തരം വ്യാമോഹങ്ങളൊന്നുമില്ല, ഇസ്മായേൽ ജീവിച്ചിരുന്നാൽ മതി എന്നായിരുന്നു അബ്രഹാത്തിന്റെ പ്രതികരണം. എന്നാൽ സാറ പ്രസവിക്കുമെന്നും കുഞ്ഞിന് ഇസഹാക്ക് എന്ന് പേരിടണം എന്നും കർത്താവ് കൽപ്പിച്ചു. വാഗ്ദത്ത പുത്രൻ വരാൻ പിന്നെയും താമസമുണ്ടായി. ദൈവം വീണ്ടും അബ്രഹാത്തെ സന്ദർശിച്ചു. തനിക്കൊരു പുത്രനുണ്ടാകുമെന്ന കർത്താവിന്റെ അരുളപ്പാടിൽ സാറ അവിശ്വാസം പ്രകടിപ്പിച്ചു. ഈ സമാഗമവേളയിൽ സോദോമിനെയും ഗമോറിനെയും നശിപ്പിക്കുവാനുള്ള തന്റെ തീരുമാനം കർത്താവ് അബ്രഹാമിന് വെളിപ്പെടുത്തുന്നു. അവിടെ 10 നല്ല മനുഷ്യർ എങ്കിലും ഉണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കാമെന്ന് ദൈവം സമ്മതിച്ചു. അതുണ്ടായില്ല. ലോത്ത് മാത്രം രക്ഷപ്പെട്ടു. സോദോം ഗമോറ ദേശം നശിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ തീച്ചുളയിൽ നിന്നെന്ന പോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക പൊങ്ങുന്നത് അബ്രഹാം കണ്ടു. തുടർന്ന് അബ്രഹാം നെഗബയിലേക്ക് പോയി. അവിടെ ഹാരാനിൽ ഒരു പരദേശിയായി പാർത്തു. ഈജിപ്തിലെ ഫറവോയുടെ എന്ന പോലെ ഗൊരേബിലെ രാജാവായ അബിമലേക്കിനോടും അബ്രഹാം സാറായെ സഹോദരി എന്ന് പരിചയപ്പെടുത്തി. വീണ്ടും ദൈവം ഇടപെട്ട് സാറായെ മോചിപ്പിച്ചു. ഒടുവിൽ കർത്താവിന്റെ വാഗ്ദാനമനുസരിച്ച് അബ്രാമിൽ നിന്നും സാറ ഗർഭിണിയായി. വാഗ്ദാനപുത്രൻ ഇസഹാക്ക് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ ജനിച്ചു. കാലം കടന്നുപോയി. ഇസഹാക്ക് വളർന്നു. ദൈവം അബ്രഹാമിനെ വീണ്ടും പരീക്ഷിച്ചു. ഇസഹാക്കിനെ ബലി കഴിക്കണം എന്നതായിരുന്നു ദൈവകൽപ്പന. അബ്രഹാം അതിനും തയ്യാറായി. മകനുമായി അബ്രഹാം മോറിയ മലയിലേക്ക് യാത്രയായി. അവിടെ കണ്ട മലയിൽ ബലിപീഠം തയ്യാറാക്കി. എന്നാൽ ബലി തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ദൈവം ഇടപെട്ടു. ഇസഹാക്കിനു പകരം ബലി കഴിക്കാനായി ഒരു മുട്ടനാടിനെ നൽകി. 127 വയസ്സിൽ സാറ മരിച്ചു. 400 ഷെക്കൽ വെള്ളിക്ക് യെഫോനിൽ നിന്ന് വാങ്ങിയ നിലത്തിൽ അബ്രഹാം സാറായെ സംസ്കരിച്ചു. അബ്രഹാം വീണ്ടും വിവാഹിതനായി. കെത്തൂറ എന്ന ഭാര്യയിൽ അദ്ദേഹത്തിന് 6 മക്കൾ ജനിച്ചു. 175 വയസ്സിൽ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രഹാം അന്ത്യശ്വാസം വലിച്ചു. ഹിത്യനായ എഫ്രോണിൽ നിന്നും അബ്രാം വിലയ്ക്ക് വാങ്ങിയ വയലിൽ ഭാര്യയോടൊപ്പം അബ്രഹാം സംസ്കരിക്കപ്പെട്ടു. അബ്രഹാത്തിന്റെ മരണശേഷം
ദൈവം അവന്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അബ്രാം എന്ന പദത്തിന് ഉന്നതനായ പിതാവ് എന്നാണ് അർത്ഥം. ബൈബിളിലെ ദൈവദർശനങ്ങളുടെ തുടക്കം അബ്രഹാമിൽ നിന്നാണ് എന്നതാണ് ആ ജീവിതത്തിൻ്റെ ധന്യത. പഴയ നിയമത്തിലെ ദൈവം അബ്രഹാമിൻ്റെ ദൈവമത്രേ. അബ്രഹാമിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ നന്മ നിറഞ്ഞ കരുണയുടെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അബ്രഹാത്തിൻ്റെ പ്രാധാന്യം കുറയുന്നില്ല. എന്നാൽ ആ സങ്കല്പത്തിന് പുതിയ മാനം കൈവരുന്നുണ്ട്. നീതിമാൻ മരിക്കുമ്പോൾ അബ്രഹാത്തിൻ്റെ മടിയിൽ എത്തിച്ചേരുന്നുവെന്ന് ലൂക്കാ സുവിശേഷകൻ പറയുന്നു. ഏതായാലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യഹൂദ ദർശനങ്ങളിലും അതുല്യ സ്ഥാനമാണ് വിശ്വാസികളുടെ പിതാവ് അബ്രഹാമിനുള്ളത്. മറ്റൊരു ബൈബിൾ ചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി.